ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ, ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ ഒരാഴ്ചയായി വായനാ ദിനത്തോടനുബന്ധിച്ച്, വായനാ വാരത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. വായന ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരാഴ്ച. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു വളരെ ശോഭയാർന്ന ഒരു ദിനമാണ് എന്ന് പറയാം. വായന നമുക്ക് ബുദ്ധിവികസനം, ചിന്താശേഷി, ഒരുപാട് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ അന്യദേശത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അത് PTI മാനേജറും നമ്മുടെ എല്ലാമായ മലബാർ സ്കൂളിൻ്റെ എല്ലാമായ ശ്രീജ ടീച്ചർക്കും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. Reading is actually, it should be a habit in the life, not to celebrate for 1 day or 2 days. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളെല്ലാം പുസ്തക വായനയിലേക്ക് വരണമെന്നും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമെന്നും വായിച്ച് അറിവ് നേടണമെന്നുമുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് സ്കൂളിൽ നടത്തുന്നത്. അപ്പം അതനുസരിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. പിന്നെ TP സാറിനെ വായിക്കുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും, വായനയില്ലാത്ത കുട്ടികൾക്ക് മാത്രമേ പരിചയക്കേട് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാതൃഭൂമി വീക്കിലും ദേശാഭിമാനിയിലൊക്കെ സ്ഥിരമായി സാറിൻ്റെ കഥകൾ വരികയും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ശരിക്കും വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ഹിം ഹിയർ ടുഡേ. സാറ് വരാൻ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സാറിനെ പോലെ ഒരാൾ നിങ്ങളെ അഡ്രസ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. പിന്നെ ഇന്ന് നമ്മുടെ ലിറ്റററി ക്ലബിൻ്റെ ഇനോഗ്രേഷനും ഒരുപാട് നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്, വായിച്ചു വളരണം, വായിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകുന്ന കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കോട്ട് നിങ്ങൾക്ക് കാണാം, റീഡേഴ്സ് ലൈഫ്സ് തൗസൻഡ്സ് ലൈഫ്സ് whereas the person who was not reading ഏറ്റവും നല്ലത് ബുക്സാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഏജിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, ആ സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ പുറത്ത് പോയി കളിക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും വായിക്കും. പാസ്റ്റ് ടൈം ഹോബി എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പം പണ്ടൊക്കെ ടൗണിലൊക്കെ നമ്മൾ പാരൻസിൻ്റെ കൂടെ പോയാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പറയും ബാലരമ, തത്തമ്മ, അമർചിത്രകഥ, ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങളെപ്പോലെ KFC-യും അൽഫാമും ഒന്നും നമ്മൾ അറിയ പോലും ഇല്ല എന്താന്നുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുക. ഭൂമിയുടെ തോട്ടക്കാരൻ, സുഗന്ധമഴ, അന്നാസികം, കേട്ടാൽ ചങ്കുപൊട്ടുന്ന ഓരോന്ന്, കുന്നുംപുറം കാർണിവൽ തീർന്നില്ല, ഇനിയും ഒട്ടേറെ അവാർഡുകളുടെ കൂമ്പാരം. നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ TP വേണുഗോപാൽ സാർ ആദരവോടെയും സ്നേഹത്തോടെ എല്ലാ വർഷവും ജൂൺ 19 ആകുമ്പോൾ വായനയെ കുറിച്ചുള്ള വലിയ വലിയ സംസാരങ്ങൾ നാം കേൾക്കാറുണ്ട്. പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ, റേഡിയോയിലൂടെ, സ്കൂളുകളിൽ വന്നാൽ പലതരം പരിപാടികളിലൂടെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്നത് നിങ്ങൾക്ക് ഒരു അതിശയോക്തിയായിട്ട് തോന്നിയേക്കാം. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ടീച്ചറിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതുപോലെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭവും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സ്കൂളുകളിൽ ലൈബ്രറി ഉണ്ട്, ക്ലാസ് റൂമിൽ പോലും ചില വിദ്യാലയങ്ങളിൽ ലൈബ്രറി ഉണ്ട്. വായിക്കൂ എന്ന് എല്ലാവരും പറയുന്നു, അധ്യാപകർ പറയുന്നു, രക്ഷിതാക്കൾ പറയുന്നു, പൊതുസമൂഹം പറയുന്നു, എല്ലാവരും പറയുന്നു വായിക്കൂ.
എന്തിനാണ് ഇങ്ങനെ ആളുകൾ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നത്? ഒക്കെ അത് പര്യാപ്തമാണ്. നമുക്ക് നല്ല കുടുംബത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി കഴിയുന്നതിന് വേണ്ടി അത്രയും മതി. പക്ഷേ നാം പരീക്ഷയിൽ പാസ്സാകുക മാത്രമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതാണ് ചോദ്യം. നമുക്കെന്തെങ്കിലും ഉയർന്ന ഉദ്യോഗം ലഭിക്കൽ മാത്രമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമ്മൾ കുടുംബത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി കഴിയുക എന്നത് മാത്രമാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ക്ലാസ് റൂമിലുള്ള പാഠപുസ്തകം മതി. പക്ഷെ അതിലപ്പുറം ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്തു പിടിക്കേണ്ടതുണ്ട്. ആ മൂല്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പല ജീവിതങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു പുസ്തകം വായിക്കാത്ത ഒരു മനുഷ്യൻ ഒരു ജീവിതം മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ 100 പുസ്തകം വായിക്കുന്ന ഒരാൾ 100 ജീവിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 100 ജീവിതങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി ആ പല പല ജീവിതങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം മാത്രമേ നാം അനുഭവിക്കുന്നുള്ളൂ എങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പതറി നിൽക്കേണ്ടി വരും. ഒരു പശു ഒരു റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിപ്പോയി എന്ന് വെറുതെ സങ്കല്പിക്കുക. ഒരു തീവണ്ടി കുതിച്ചു വരുന്നു എന്ന് സങ്കല്പിക്കുക. പശുവിന് അറിവൊക്കെയുണ്ട്. പശുവിൻ്റെ അറിവ് എന്നത്, അതിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അറിവ് എന്നത് ശത്രു വരുന്നതിൻ്റെ നേരെ എതിർവശത്തേക്ക് ഓടുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ നടന്നതിന് ശേഷം അവശനായി കിടക്കുന്ന വൃദ്ധനെ അവർ കണ്ടുമുട്ടി. രണ്ടുപേരും ഈ ചാക്ക് കെട്ട് വൃദ്ധന്റെ കാൽക്കീഴിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അധ്വാനിച്ചിട്ടാണ് ജീവിക്കുക എന്ന വലിയ ഒരു തീരുമാനം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാന്യന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ വളരെ പഴയ കാലത്ത് ചൈനയിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി കഥയാണ്. അവരവിടെ ഒരു സംഗീത ശില്പം അവതരിപ്പിച്ചു. ആ സംഗീത ശില്പത്തിലായിരുന്നു ഇടശ്ശേരിയുടെ ഭൂതപ്പാട്. വായിച്ചത് കേൾക്കുന്നതാണ്. ഭൂതവും അമ്മയും തമ്മിലുള്ള സംവാദവും കിട്ടിയില്ല. തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിലുള്ള വിദ്യാഭ്യാസം അല്പം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ജോൺ റസ്കിൻ എഴുതിയിട്ടുള്ള അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് സ്വാതന്ത്ര്യം എന്നത് ഏറ്റവും പാവപ്പെട്ടവന്റെ ഉയർച്ചയിൽ അധിഷ്ഠിതമാണ്. ഏറ്റവും അധസ്ഥിതനായ, ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യന്റെ വളർച്ച, അവന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ലെങ്കിൽ, അവന്റെ വിശപ്പ് മാറുന്നില്ലെങ്കിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല എന്ന് കണ്ടെത്തുന്നത് ആ പുസ്തകം വായിച്ചതിന് ശേഷം. ഏറ്റവും പാവപ്പെട്ട അഭിനവ് പുസ്തകത്താളിൽ നിന്ന് സ്വപ്നച്ചിറകിലുയർന്നിടാൻ പാരിജാതപ്പൂവ് തേടി അലഞ്ഞിടും പൂത്തുമ്പി പോൽ. പാഠപുസ്തകത്താളിൽ നിന്ന് സ്വപ്നച്ചിറകിലുയർന്നിടാൻ പാരിജാതപ്പൂവ് തേടി അലഞ്ഞിടും പൂത്തുമ്പി പോൽ. വാക്കുകൾ മൽമേഘമേറി ചില്ലലമാരയ്ക്കകം ചിത്രചാരുതയാർന്നവയ്ക്കകമെത്തി നോക്കുക കൂട്ടരെ. വാക്കുകൾ വൽമേഘമേറി ചില്ലലമാരയ്ക്കകം ചിത്രചാരുതയാർന്നവയ്ക്കകമെത്തി നോക്കുക കൂട്ടരെ. ചിത്രചാരുതയാർന്നവയ്ക്കകമെത്തി നോക്കുക കൂട്ടരെ. പാഠപുസ്തകത്താളിൽ നിന്ന് സ്വപ്ന അക്ഷരങ്ങൾ അക്ഷയങ്ങൾ അജ്ഞതയ്ക്കതൊരുത്തരം. അന്നവും അനുകമ്പയും അനുതാപവുമായ അക്ഷരം. സാറിന്റെ കുറെ കഥകളൊക്കെ കേട്ട്
അല്ലെ 2-3 കഥകൾ പറഞ്ഞു, നല്ല നല്ല കഥകൾ അല്ലേ? എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഇഷ്ടായി എന്ന് പറഞ്ഞു. പക്ഷെ അത് കേൾക്കുമ്പം എന്താ സാറ് പറഞ്ഞത്, നമ്മുടെ വായനയുടെ പ്രാധാന്യം എന്താണ് അല്ലെ? സാറ് കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങനെ കുഞ്ഞു കഥകൾ കേൾക്കണം, വായിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിയില്ലേ? ഇല്ലേ? ഞാനൊരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത്, എത്ര കുട്ടികൾ നമ്മുടെ പാഠപുസ്തകം അല്ലാതെ വായിക്കുന്നവർ എത്രയുണ്ട്? ഒന്ന് കൈവക്കിയ ഉണ്ടല്ലോ. എന്നാലും ഇനി ഒരുപാടുണ്ട് അല്ലേ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ വായന കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓരോരോ അനുഭവങ്ങൾ നമ്മൾ കിട്ടുവാണ് അല്ലേ? നമ്മളിപ്പോ പല സ്ഥലങ്ങളും കാണും, എല്ലാവരുടെയും നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാനോ പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള കൃത്യമായി ഇപ്പൊ മണാലിനെ പറ്റി സാറ് പറഞ്ഞു. പക്ഷെ ആ മണാലിനെ പറ്റിയുള്ള ഒരു ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അപ്പൊ അവിടെ പോയ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവും, ആ സ്ഥലം കണ്ട പോലെ അല്ലെ? അതേപോലെയാണ് ഓരോ അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നത് വായനയിലൂടെ. നമ്മൾ നേരിട്ട് പോയിട്ടില്ലെങ്കിൽ കൂടി ഓരോ മനുഷ്യ ജീവിതങ്ങളെ പറ്റി എടുത്തൂടെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന? അധികമൊന്നും പറയുന്നില്ല, മാസത്തിൽ ഒരു ബുക്കെങ്കിലും എല്ലാവർക്കും വായിച്ചൂടെ? പാഠപുസ്തകത്തിനപ്പുറം തീരുമാനിച്ചൂടെ നമുക്കിന്ന്? സാധാരണയിൽ കവിഞ്ഞ ഒരു സന്തോഷം ഇന്നെനിക്കുണ്ട്. കാരണം ഗ്രന്ഥകാരനെ നേരിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ്. ഇതാ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ടി.പി. വേണുഗോപാലൻ സാറാണ് അതിന്റെ രചയിതാവ്. നമ്മുടെ സ്വന്തം എന്ന് പറയാം, കാരണം കണ്ണൂർ ജില്ലക്കാരൻ, സാഹിത്യകാരൻ. ചെറുകഥാ സമാഹാരങ്ങളും നോവലും നാടകങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകം വിപുലമാണ്. തുന്നൽക്കാരൻ എന്ന ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്കറിയാം, ഇന്ന് പലയിടത്തും നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വാട്സപ്പ് കൂട്ടായ്മ. അതിൽ ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമുള്ളവരുമൊക്കെയുണ്ട്. ഇവിടെ രണ്ടറ്റങ്ങളിൽ കൂട്ടിമുട്ടിക്കാമെങ്കിൽ മുട്ടാത്ത അറ്റങ്ങളുമുണ്ടെന്ന് കഥ നമുക്ക് കാണിച്ചു തരുന്നു. ആഴത്തിലുള്ള വിടവുകൾ തുന്നിക്കൊടുക്കുക അസാധ്യമാണെന്ന് തുന്നൽക്കാരൻ മനസ്സിലാക്കുന്നു. The heroic acts of ordinary characters and is a reader's delight. The story centers around a young girl named Vinya who lives with her mother and brother. She exchanges her lucky charm pendant for a beautiful blue umbrella from some tourist. The umbrella makes her popular and envied among others in the village. मैं चला बुरा न मिलया को, बुरा जो देखन मैं चला बुरा न मिलया को, जो मन देखा अपना मुझसे बुरा न कोई, कबीरा मुझसे बुरा न कोई। दुख में सुमिरन सब करे, सुख में करे न कोई, दुख में सुमिरन सब करे, सुख में करे न कोई। जो सुख में सुमिरन करे तो दुख का है को होय, कबीरा तो दुख का है को होय। മാട്ടി കഹേ കുമാ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു ഇനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകല. അപ്പൊ ഇത് കേന്ദ്രമാക്കി കൊണ്ടുവേണമെങ്കിൽ നമുക്കൊരു കഥ എഴുതാം. നമുക്ക് പരിസരങ്ങളിലെല്ലാം നമ്മൾ എവിടെ നോക്കുന്നുവോ അവിടെ എല്ലാം കഥകളിങ്ങനെ നിറഞ്ഞു കിടക്കുക. അപ്പോൾ അത് വരികളിലൂടെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഏതെങ്കിലും വായനക്കാർക്ക് ഒരു അനുഭൂതി ഉണ്ടാകുമെങ്കിൽ അതാണ് ഏറ്റവും മികച്ച കഥ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കഥകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് തീർച്ചയായും എഴുതാൻ യാതൊരു പ്രയാസവും ഇല്ല. അതിന് അടിത്തറയായിട്ടുള്ളത് എത്തിച്ചേരാൻ സാർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. നമുക്ക്
വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കാരണം മറ്റുള്ളവരുടെ ഭാഷ നമ്മുടേതായ ഭാഷയാക്കണമെങ്കിൽ വായിച്ചേ പറ്റൂ. ഒരു ജീവിതാനുഭവം എങ്ങനെയാണ് പഴയ എഴുത്തുകാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കഥ വായിക്കുമ്പോൾ തകഴി ശിവശങ്കർ അങ്ങേക്ക് ലഭിച്ചത്. ദൈവം തിരിച്ചയച്ച പ്രാർത്ഥനകൾ, കരയിലെ കണ്ണി മത്സ്യങ്ങൾ എന്നീ സമാഹാരങ്ങളിൽ ഒറ്റവരി കഥകൾ മാത്രമാണുള്ളത്. എന്നാൽ ഒരുപാട് ആശയങ്ങൾ. സാർ ഇപ്പോൾ ഏതെങ്കിലും കഥയുടെ പണിപ്പുരയിലാണോ? പുരസ്കാരത്തെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം പുരസ്കാരം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല. അത് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് ചിലപ്പോൾ ചില സന്തോഷം ഉണ്ടാക്കുമെന്നല്ലാതെ അത് എഴുത്തിനെ ബാധിക്കുന്നൊരു വിഷയമല്ല. ഒരുപക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് ഇവിടെ നേരത്തെ എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു കുട്ടി ഞാൻ കണ്ടെത്താത്ത ചില കണ്ടെത്തലുകൾ ആ പുസ്തകത്തിൽ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് എൻ്റെ ഒരു കഥയിൽ നിന്ന് ഞാൻ പോലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, അതായത് ജീവിതം തുന്നൽക്കാരൻ കുട്ടികൾ. എല്ലാ വർഷവും നമ്മൾ വായന ദിനം, വായന വാരം, വായന പക്ഷാചരണം, വായന മാസാചരണം ഇങ്ങനെയെല്ലാം ആഘോഷിക്കാറുണ്ട് സ്കൂളുകളിൽ. ഇത് നടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വായനയുടെ പ്രാധാന്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം എല്ലാ വർഷവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഓണാകുമ്പോൾ ഒരു ഉണർവുണ്ടാവും, എല്ലാവർക്കും ഒരു ഉണർവും സന്തോഷമൊക്കെ വരില്ലേ. ഓണം കഴിഞ്ഞ് സദ്യ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മടക്കി കെട്ടി നമ്മൾ സൈഡാക്കും. ഓണം കഴിഞ്ഞു, പരിപാടിയും തീർന്നു. പ്രിയങ്കരനായ ശ്രീ വേണുഗോപാലൻ സാറിന് മലബാർ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.